ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ആൻഡ് നമുക്ക് സ്കൂളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് കൊച്ചു പറഞ്ഞ പോലെ കൊച്ചിൻ്റെ സ്കൂളിലത്തെ പ്രവേശനോത്സവമാണ്. നമ്മൾ കൊച്ചിനെ ടെക്സ്റ്റ് മേടിക്കാനൊക്കെ പോയിട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് കാണും കൊച്ച് അല്ലസർ സ്കൂളിലാണ് പഠിക്കുന്നത്. പ്രവേശനോത്സവത്തിനുള്ള നല്ല ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് നിൽപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് മിഠായിയൊക്കെ കൊടുത്ത് അവരെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ല ബലൂൺ വെച്ചിട്ടുള്ള അടിപൊളി കവാടൊക്കെ ഉണ്ട്. പിന്നെ 2 ടെഡ്ഡി ബിയേഴ്സ് ഉണ്ട് പിള്ളേരെ രസിപ്പിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് കയറി പോകാനായിട്ട് അവിടെ ഒരു വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബാൻഡ് മേളുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കുട്ടികൾ സ്കേറ്റിങ് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെയും വലിയവരുടെയും പരിപാടികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശരിക്കും ആ വെയിലൂടെ ഒന്നും പോയില്ല. ഞാൻ മാറി വീഡിയോ എടുത്ത് അപ്പുറത്തെ സൈഡിലൂടെ വന്ന് ഉള്ളിൽ കയറി നിന്നു. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് നേരം നിന്നു അവിടെ. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് നിന്നു. ഞാനും കൊച്ചുകൂടെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് കയറിപ്പോയി. ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ പരിപാടിയും അതുപോലെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരുത്തുന്നത് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാണ് ഓഡിറ്റോറിയം. നമ്മളവിടെ വന്ന് ഇരുന്നൊരു 10:45 ആയപ്പോഴാണ് ഗസ്റ്റൊക്കെ വന്നത് കേട്ടോ. ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ ബാൻഡ് മേളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു സൗണ്ടൊക്കെ കേൾക്കാൻ. ഗസ്റ്റായിട്ട് നമ്മൾ അല്ലസറിൻ്റെ ചെയർമാന്, പ്രിൻസിപ്പൾ, പിന്നെ അവിടുത്തെ കുറച്ച് സ്റ്റാഫുകൾ ഒക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളുടെ കലാപരിപാടി ഉണ്ടായിരുന്നു. ഇത് വെൽക്കം ഡാൻസ് ആയിരുന്നു. കുറച്ച് ഭാഗം മാത്രമായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കൊച്ചിനെ കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസിലായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. സൂം ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്പീച്ചൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും സ്നാക്സ് പതിവുള്ളതെന്നാണ് പറഞ്ഞത്. സ്നാക്സ് കുറച്ച് കൊടുത്തു കുട്ടികൾക്കെല്ലാം. ഒരു ബോക്സിനകത്താക്കിയാണ് സ്നാക്സ് സെർവ് ചെയ്തതുപോലെ എല്ലാവർക്കും ചായയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇത് പതിവുള്ളതെന്നാട്ടോ പറഞ്ഞത്. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നത്. പിള്ളേരൊക്കെ രാവിലെ ചായ കുടിച്ചിട്ട് വന്നായതുകൊണ്ട് സ്നാക്ക് കിട്ടിയത് എല്ലാവരും തന്നെ എടുത്ത് കഴിച്ചു. കൊച്ചും ആ ഒരു കേക്ക് മാത്രമായിട്ട് കഴിച്ചുള്ളൂ. പിന്നെ ചായ കൊണ്ടുതന്നെയൊന്നും അവൻ കുടിച്ചില്ല. നമ്മൾ പിന്നെ എളുപ്പമൊന്നും പോകാമല്ലോ, ഇത്ര പരിപാടികളാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വെള്ളം പോലും കൊണ്ടുവന്നില്ല, വെറുതെ ആയിട്ട് വന്നേ. അപ്പോൾ കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ നിന്ന് ചെയറെല്ലാം മാറ്റിയപ്പോഴേക്കും കുഞ്ഞു കുട്ടികളൊക്കെ കയറി ചുമ്മാ ഡാൻസല്ല ചുമ്മാ കിടന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ പിള്ളേരെ രസിപ്പിക്കാനായിട്ട് ഇതുപോലെ നമ്മളെ വെൽക്കമിന് നിന്ന് ടെഡ്ഡി ബിയേഴ്സൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. കുട്ടികളെ രസിപ്പിക്കാനായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കോളേജിലത്തെ കുട്ടികളാണെന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ കൊച്ച് അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങ് പോയില്ല, കണ്ട് രസിച്ചിരുന്നതേ ഉള്ളൂ കേട്ടോ.
പിന്നെ ചെറിയ കുട്ടികളുടെ കലാപരിപാടി ഉണ്ടായിരുന്നു. ഇതൊരു അറബിക് ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ 2 കുട്ടികൾ മാത്രമായിട്ട് കളിച്ച കുഞ്ഞൊരു ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കുഞ്ഞു മക്കളാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് അവരും കളിച്ചത്. ഞാൻ പിള്ളേരുടെയും ഡാൻസ് ഫുള്ളായിട്ടൊന്നും പിടിച്ചില്ല, കാരണം നമുക്കിതിൽ സോങ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ കുട്ടികൾ കളിക്കാൻ സോങ്ങൊന്നും ഇല്ലാതെ ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ പെൺകൊച്ചുങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് ഇവൻ്റെ ഇവിടെ കിടന്ന് നല്ല തുള്ളലായിരുന്നു. ലാസ്റ്റ് ഈ പിള്ളേരുടെ ഡാൻസ് കളിക്കാനായിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും. അപ്പോൾ ഇവൻ വെറുതെ അവിടെ കണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ പാട്ട് കയറിയിട്ട് ഇവിടെ കിടന്ന് നല്ല ഡാൻസ് കളിയാണ്. ഇതായിരുന്നു കേട്ടോ വലിയ കുട്ടികളുടെ മൈമ. ഇതിൽ നിന്ന് വളരെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ നമുക്ക് കൺവേ ചെയ്തിരുന്നത്. ഞാൻ മൈമ ഫുള്ളായിട്ടൊന്നും എടുത്തില്ല, തുടക്ക ഭാഗം കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കലാപരിപാടി കഴിഞ്ഞിട്ട് എല്ലാ കുഞ്ഞുമക്കളെയും സ്റ്റേജിലേക്ക് വിളിച്ചു. ഒരു പാട്ടിട്ട് കൊടുത്ത് വെറുതെ ഡാൻസ് കളിക്കാനുണ്ട്. അപ്പോൾ അവനും കയറിപ്പോയി. അവൻ ആകെ ഇരുന്ന് മടുത്തായിരുന്നു. അവനക്ക് അങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല ശരിക്കും. അവൻ അങ്ങനെ ഇരുന്ന് മടുത്തായിരുന്നു. അപ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വലിയ ഇൻട്രസ്റ്റിൽ കയറിപ്പോയി. പാട്ടിടുന്നതിന് മുന്നേ അവൻ ജസ്റ്റ് അവിടെ നിന്ന് പാട്ട് പാടുകയൊക്കെ ആയിരുന്നു. അതുപോലെ ജസ്റ്റ് തുള്ളുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ടിട്ട് കഴിഞ്ഞപ്പോൾ അവൻ സ്റ്റാച്ചു പോലെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അവിടെ കിടന്ന് കാറി കൂവി ഇവിടെ കളിക്കടാ എന്നൊക്കെ ഒത്തിരി പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് എല്ലാവരുടെയും ഇടയിൽ നമ്മൾ വിടുമ്പോൾ നമ്മളെ കാണത്തില്ല. അപ്പോൾ ആൾ എന്നെ നോക്കി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്നെ കാണത്തില്ലാണ്ട് വരുമ്പോൾ എന്നെ തപ്പിക്കൊണ്ടിരിക്കും. ഇതാണ് ആൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും കളിച്ചില്ല, ചുമ്മാ നിൽക്കായിരുന്നു. എല്ലാവരും കളിച്ചിട്ട് അവൻ ചുമ്മാ നിൽക്കായിരുന്നു കേട്ടോ. അതൊക്കെ അവനക്ക് ഉറക്കം വന്നെ, എനിക്ക് കണ്ണൊക്കെ അടഞ്ഞു പോകണം എനിക്ക് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഇരുന്ന് മടുത്തായിരുന്നു അവൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോയി. ഇവർ LKG Bയിലാണ്. അപ്പം എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് വന്ന് കണ്ട് പോവാട്ടോ ചെയ്തതുകൊണ്ട് ക്ലാസ്സിൽ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനാദ്യം ടീച്ചറിൻ്റെ ചെയറിലായിരുന്നു കേട്ടോ ഇരുന്നത്. അതതിനെ മാറ്റിയിരുത്തത്. ഇപ്പോൾ അവൻ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഇനിയിപ്പോൾ നാളെ തൊട്ട് അവൻ ഇരിക്കും എന്താണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അവനങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു. പിന്നെ ടീച്ചറിൻ്റെ ഒക്കെ അടുത്ത് പോയി. ടീച്ചറൊക്കെ എല്ലാവരും പേരൊക്കെ ചോദിച്ചു, ലഡു ഒക്കെ കൊടുത്തു. ആദ്യം അവൻ മേടിച്ചെങ്കിലും പിന്നെ അവൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ഒരു ഫോട്ടോ വയ്ക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇന്ന് പ്രകൃതി ദിനം കൂടി ആയിരുന്നുകൊണ്ട് അവിടെ വൃക്ഷത്തൈയൊക്കെ വിതരണം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു പരിപാടിയോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനു വേണ്ടി നിന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇൻകൂസിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്